എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സിൻ്റെ വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ചെയ്യാൻ തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 17 വരെയാണ്. നേരത്തെ ഓപ്ഷൻ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. പുതിയതായിട്ടാണ് കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഇത് സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആണ്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്നതാണ്. വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ആവുന്നത് വരെ ഇനി അലോട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഒക്ടോബർ 15 അതായത് നാളെ മുതൽ ഒക്ടോബർ 17 വൈകിട്ട് 5 മണി വരെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം. LBSന്റെ GNM ആൻഡ് ANM കോഴ്സിൽ മെയിനായിട്ട് 2 അലോട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. ആ 2 അലോട്ട്മെൻറ്റും കഴിഞ്ഞ് അപ്പോൾ എന്താണ് കുറേ വേക്കൻറ്റ് സീറ്റ്സ് വന്നതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആ വേക്കൻറ്റ് സീറ്റ്സിനെയൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് വേക്കൻറ്റ് സീറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അലോട്ടഡ് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത അലോട്ട്മെൻറ്റ് മുതൽ കാൻഡിഡേറ്റ്സിന് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ കോളേജിൽ ജോയിൻ ചെയ്യാത്ത പക്ഷം എന്താണ് അവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിൽ കൺസിഡർ ചെയ്യത്തില്ല എന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഒക്ടോബർ 18 വൈകുന്നേരത്തിന് ശേഷം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ANM കോഴ്സിന് ആൺകുട്ടികളെ പരിഗണിക്കാത്തതിനാൽ അവർ ഓപ്ഷൻസ് നൽകേണ്ടതില്ല എന്ന്. അതെന്താണ്? ANM കോഴ്സിന് ബോയ്സിനെ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യേണ്ട? ബോയ്സ് കോളേജ് ഓപ്ഷൻസ് ഒന്നും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ANM കോഴ്സിൻ്റെ കാര്യമാണിത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് മുതൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ, അതായത് കോളേജിൽ ജോയിൻ ചെയ്യാത്തവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ കൺസിഡർ ചെയ്യത്തില്ല. അതിനാൽ നിങ്ങൾ പോകും എന്ന്, അതായത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുള്ള ഓപ്ഷൻസ് മാത്രം കൊടുക്കുക. അതായത് നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, വില്ലിംഗ് ആണ് നിങ്ങൾ ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ, അങ്ങനെയുള്ള കോളേജസ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. സോ നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വില്ലിംഗ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതുമായിട്ടുള്ള കോളേജസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് വയ്ക്കാം. ഒരുപക്ഷേ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് ഓപ്ഷനാണ് നിങ്ങൾ വെച്ച് കൊടുത്ത് അതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ജോയിൻ ചെയ്യാതെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജോയിൻ ചെയ്യാത്തവരെ അടുത്ത അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യത്തില്ല, പരിഗണിക്കത്തില്ല. സോ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള കോളേജസ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയാം. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, LBSന് GNM ആൻഡ് ANM കോഴ്സസിന് 2 മെയിൻ അലോട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. 2 മെയിൻ റൗണ്ട്സ് കഴിഞ്ഞു. സോ എന്താണ്, കുറേ പേരൊക്കെ അതിലെന്താണ് കോളേജിൽ ജോയിൻ ചെയ്തു. കുറേ പേർക്ക് എന്താണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും കോളേജിൽ ജോയിൻ ചെയ്യാതെ ഒരുപാട് സീറ്റ്സ് അങ്ങനെ വേക്കൻ്റ് ആയിട്ട് ഉണ്ട്. സോ ഈ തേർഡ് അലോട്ട്മെൻറ്റ്, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് മുതൽ അങ്ങോട്ട് നടത്തുന്ന അലോട്ട്മെൻറ്റ്സ് എന്താണ്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് ആണ്. അതിന് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് വിളിക്കാൻ കാര്യം എന്താണ്, അത് വേക്കൻ്റ് സീറ്റ്സിനെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന അലോട്ട്മെൻറ്റ് ആണ്. അതായത് 2 മെയിൻ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ 2 മെയിൻ റൗണ്ടിലായിട്ട് എന്താണ് വേക്കൻ്റ് സീറ്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് ആ വേക്കൻ്റ് സീറ്റ്സിനെ ഫില്ല് ചെയ്യാനാണ് ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് LBSൻ്റെ സൈഡിൽ നിന്ന് കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേക്കൻ്റ് സീറ്റ്സ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അലോട്ടഡ് ലിസ്റ്റ് നോക്കിയാൽ മതിയാവും. അലോട്ടഡ് ലിസ്റ്റ് നോക്കണം എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ LBS GNM ആൻഡ് ANMൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോകുക. ഒരു ടോപ്പിൽ എന്താണ് 3 ലൈൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും താഴെയായിട്ട് അലോട്ടഡ് ലിസ്റ്റ് ഒന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത്, ANM ആണോ GNM ആണോ എന്ന് സെലക്ട് ചെയ്യുക. ഏത് കോളേജാണ് നിങ്ങൾക്ക് നോക്കാൻ താല്പര്യം ആ കോളേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ കോളേജിൽ എടുത്ത എത്ര കാൻഡിഡേറ്റ്സിനെയാണ് എടുത്തിട്ടുള്ളത്, എത്ര ഇൻഡെക്സ്, എത്ര റാങ്ക്, ഏത് കാറ്റഗറി എന്നിങ്ങനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിലെന്താണ് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കാൻഡിഡേറ്റ്സിനെയാണ് കോളേജിൽ എടുത്തിട്ടുള്ളത്, ഏതൊക്കെ കാൻഡിഡേറ്റ് ആ കോളേജിൽ ജോയിൻ ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി വേക്കൻറ്റ് സീറ്റ്സ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എന്താണ്, നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യുന്നു. ആ കോളേജസിലെ കാൻഡിഡേറ്റ്സിൻ്റെ എന്താണ് ലിസ്റ്റിൽ നിന്ന് നേരെ ടിക്ക്, പച്ച കളർ ടിക്കാണ് കിടക്കുന്നതെങ്കിൽ എന്താണ് ആ സീറ്റ് ഫില്ലാണ്. അതായത് ആ ഒരു കാൻഡിഡേറ്റ് ആ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അതേ സമയത്ത് എന്താണ് ക്രോസ് ആണ് കിടക്കണമെങ്കിൽ, റെഡ് കളർ ഇൻറ്റു മാർക്കാണ് കിടക്കുന്നതെങ്കിൽ എന്താണ് ആ സീറ്റ് വേക്കൻ്റ് ആണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ആ ഒരു കാൻഡിഡേറ്റ് എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഓരോ കോളേജസിന് നേർക്ക് നിങ്ങൾക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കും വേക്കൻ്റ് സീറ്റ്സ് ഒക്കെ. സോ എന്താണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വേക്കൻ്റ് സീറ്റ്സ് ഏതൊക്കെയാണെന്ന്. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക മൂന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് അലോട്ടഡ് ലിസ്റ്റാണ്. അതിലെ വേക്കൻറ്റ് സീറ്റ്സും എത്ര കാൻഡിഡേറ്റിനെ എടുത്തിട്ടുണ്ട്, പിന്നെ എന്താണ് എത്ര കാൻഡിഡേറ്റ് ആ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ANM കോഴ്സിൻ്റെ GNM കോഴ്സിൻ്റെ മൊത്തം കോളേജസിൻ്റെ വേക്കൻറ്റ് സീറ്റ്സൊക്കെ ഇതെന്താണ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അതായത് നേരത്തെ കോളേജിൽ ജോയിൻ ചെയ്തവർക്കും എന്താണ് ഈ അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജാണ് അവർക്ക് കിട്ടിയതെങ്കിൽ എന്താണ് അവർക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ടോക്കൺ ഫീ അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. നേരത്തെ കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് ഈ അലോട്ട്മെൻറ്റിൽ പുതിയതായിട്ടൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ അവർ വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. അതെന്താണ് നേരത്തെ ടോക്കൺ ഫീ അടച്ചവർ വീണ്ടും എന്താണ് അലോട്ട്മെൻറ്റ് വേറെ കിട്ടുമ്പോൾ എന്താണ് വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ടാണ് ഒരു കോളേജ് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ എന്താണ് അങ്ങനെയുള്ളവർ ടോക്കൺ ഫീ അടയ്ക്കണം. സീറ്റ് വേക്കൻസീസ് ഒക്കെ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻസ് ഒക്കെ സൂക്ഷിച്ച് രജിസ്റ്റർ ചെയ്യുക. ഇനി വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ആവുന്നത് വരെ അലോട്ട്മെൻറ്റ് നടക്കും. കോളേജിൽ ജോയിൻ ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ എന്താണ് സീറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. പിന്നെ നിങ്ങളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റ്സിനും കൺസിഡർ ചെയ്യുന്നതല്ല. തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മുതൽ അങ്ങോട്ട് ഇനി എത്ര അലോട്ട്മെൻറ്റ്സ് നടക്കുന്നോ അതിലെല്ലാം ഒന്നെന്ന് വീണ്ടും പുതിയതായിട്ടാണ് കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത ഓപ്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്യത്തില്ല, പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കണം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.